അപ്പോൾ എങ്ങനെയുണ്ട് ഈ എഗ് പപ്സ്? ഇന്ന് ബേക്കറി സ്റ്റൈലിലുള്ളൊരു എഗ് പപ്സിൻ്റെ റെസിപ്പിയാണ്. അടിപൊളിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ അതായിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. നമുക്ക് എല്ലാവർക്കും എഗ് പപ്സ് വൈകുന്നേരമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, എഗ് പപ്സ്. എനിക്കിന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പം ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സൂപ്പർ ടേസ്റ്റുള്ള എഗ് പപ്സ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളി വഴറ്റാനുള്ളതെല്ലാം റെഡിയാക്കാം. 2 വലിയ സവാള ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കനം കുറച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും, ഒരു പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പപ്സിനുള്ള ആ പേസ്റ്റ് ഇത് ഫ്രീസറിൽ ഇരുന്നതാണ്. ഞാനത് ഇന്നലെ രാത്രി എടുത്തിട്ട് ഫ്രിഡ്ജിലകത്തേക്ക് വെച്ചു. അപ്പം അവിടെ ഇരുന്നത് പാകത്തിന് ഐസൊക്കെ പോയി റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇത് ഞാൻ പുറത്തെടുത്തിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട്, ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ ആവശ്യാനുസരണമുള്ള വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്ത്. അപ്പോൾ ഇങ്ങനത്തെ പഫ് പേസ്ട്രി മേടിച്ചിട്ട് അത് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് വെരി ഈസിയാണ്. നമുക്കിത് കടയിലൊക്കെ ഫ്രീസറിൽ ഇരിക്കുന്നതാണ്. അത് മേടിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അതല്ലാതെ നമ്മൾ മാവ് കുഴച്ചൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി താമസം എടുക്കും. നമുക്ക് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമുക്കിഷ്ടം. നമുക്ക് ഒത്തിരി സമയം ചിലവാക്കാനായിട്ടൊന്നും ഇല്ലല്ലോ, എല്ലാവരും ബിസിയല്ലേ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് സെപ്പറേറ്റ്. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് നല്ല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. മുട്ട ഞാൻ എഗ് ബോയിലറിൽ ഇലക്ട്രിക്കലിലാണ് ഞാൻ ചെയ്യാറ്, അത് ഈസിയാണ്. അപ്പോൾ അതും റെഡിയായി. ഇനി ഞാൻ ഉള്ളി വഴറ്റാനുള്ളതൊക്കെ നോക്കട്ടെ. അപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഇട്ടിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ജിഞ്ചറും ഗാർലിക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇടണം. അത് മൂത്തതിന് ശേഷമാണ് ഉള്ളി ഇടുന്നത്. നമ്മൾ സാധാരണ വഴറ്റുന്ന പോലെയൊക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് വഴറ്റി ഇനി ഉള്ളി ഇടുവാണ്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒത്തിരി മൂപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇത് ഒരുവിധം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഇട്ടാൽ മതി. മുളക് പൊടിയൊക്കെ ഒത്തിരി ആവശ്യമില്ല. വെറുതെ മുട്ടയുടെ മുകളിലൊന്ന് പൊതിയാൻ പാകത്തിനുള്ള ഒരു മസാലയല്ലേ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമുക്ക് ഇടാനുള്ളത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും അല്പം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ അല്പം ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം, ഒരു ചെറിയ പുളിയൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി അപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യാം. ഇതിൻ്റെ മസാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില കൂടി ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം അത് നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് മസാലയിലേക്ക് വെച്ച് അല്പം ഒരു മസാല മുട്ടയുടെ പുറത്തൊക്കെ ആവാനായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് മല്ലിയിലയൊക്കെ ഇട്ടു. മുട്ടയെല്ലാം ഞാൻ തൊണ്ട് കളഞ്ഞ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ മുട്ട ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ചിട്ട് ആ മസാലയൊക്കെ ഒന്ന് ആക്കുവാണ്. അതിൻ്റെ പുറത്തേക്കിടെയൊക്കെ മുട്ട വെറുതെ പ്ലെയിനായിട്ട് വെക്കുന്നേക്കായും കുറച്ച് മസാലയൊക്കെ അതിൽ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയെല്ലാം വെച്ചിട്ട് ഞാൻ ഇനി മസാലയെല്ലാം അതിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് എടുത്ത് നമുക്കത് നമ്മുടെ പഫ് പേസ്ട്രിയിൽ വെച്ച് മടക്കി മുട്ട പപ്സ് റെഡിയാക്കാനുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് 400 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ അകത്തൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് വെക്കണം.
അപ്പോൾ അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്കാണ് നമ്മളിത്. അപ്പം നമ്മുടെ മസാലയൊക്കെ പിടിച്ച് മുട്ട ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാനതൊന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ കുറച്ച് മസാല അടിയിൽ വെച്ചതിന് ശേഷം നമ്മുടെ മുട്ട, ഈ മസാലയോട് കൂടിയിരിക്കുന്ന മുട്ട അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ചിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും ആ പേസ്ട്രി ഒന്ന് കവർ ചെയ്താൽ മതി. നമ്മുടെ മുട്ട പപ്സ് വെരി സിമ്പിളായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇത്രയും കാര്യമുള്ളൂ. ഇനി ഇതൊന്നും ബേക്ക് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് മുട്ട പപ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കടയിൽ പോയി ഓടിപ്പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകൾ, ഹെൽത്തി എണ്ണകളൊക്കെ എടുത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇത് റെഡിയല്ലേ? അപ്പോൾ ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് കവർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ മുട്ട പപ്സുകളെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഒന്ന് സ്പീഡിലൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയ കഷ്ടപ്പാടൊന്നുമില്ല, വെരി സിമ്പിളാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയും. പിന്നെ അതൊന്ന് ബേക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ആ ബേക്ക് ചെയ്യുന്ന ട്രേ എടുത്തിട്ട് അതിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മുടെ എഗ് പപ്സ് ഒരെണ്ണം വെച്ചിട്ട് ഇതുപോലെ ആ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നാലാണ് നമ്മളിത് ബേക്ക് ചെയ്ത് കഴിയുമ്പം ഇതിന് നല്ല ഗോൾഡൻ കളർ വരുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് ഞാൻ എടുക്കട്ടെ കേട്ടോ. നല്ല ഗ്ലേസിങ്ങോട് കൂടി ഇരിക്കണമെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തേക്കണം. അല്ലാതെ നമ്മൾ ബേക്ക് ചെയ്താൽ കാര്യം ശരിയാവുകയൊക്കെ ചെയ്യും, പക്ഷേ അതിൻ്റെ ആ ഭംഗി കിട്ടില്ല. അതുപോലെ തന്നെ ആ ക്രിസ്പിനെസ്സും കിട്ടണമെങ്കിൽ ഈ മുട്ട ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എല്ലാം ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നേരെ ഒന്ന് ബേക്ക് ചെയ്താൽ മതി. നമ്മുടെ അവനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവനിലേക്ക് കയറ്റി വെച്ചു, അടച്ചു. ഒരു അരമണിക്കൂറാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാനത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും നമ്മളൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ഗോൾഡൻ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇത് എൻ്റെ ഒരു 35 മിനിറ്റ് എടുത്തു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനത് എല്ലാം ഒന്ന് എടുത്ത് ഒരു പ്ലേറ്റിലൊന്ന് സെറ്റ് ചെയ്യട്ടെ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ മുട്ട പപ്സ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ അങ്ങ് മുക്കി കഴിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ എഗ് പപ്സ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമന്റ് ഒക്കെ ഇടണേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.